ആ ഒരു യാമം അവന് സമാധി ഉറച്ച് കിട്ടുകയാണെങ്കിൽ പിന്നെ അവന് സമാധി എപ്പോഴും വിചാരിക്കുന്നു അത് എടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള യാമങ്ങൾ ചിന്തിച്ച് 3 സമാധി കിട്ടുമെങ്കിൽ അവൻ്റെ ജീവൻ മറ്റൊന്നിലും പറ്റാതെ, മറ്റൊന്നിലും സ്നേഹിക്കാതെ സമാധി ഭാവത്തിലേക്ക് ചിന്ത പോയിക്കൊണ്ടിരിക്കും. അതാണ് ഗുരുവോ ചിന്തകന്മാരോ അല്ലെങ്കിൽ ഒരു നല്ല അച്ഛനോ നല്ല അമ്മയോ ഇരിക്കുന്നിടത്ത് കൂടുതൽ ശബ്ദം ഉണ്ടാക്കില്ല. അവരെന്താണ് ചിന്തിച്ചിരിക്കുന്നതെന്ന് അറിയാനൊക്കില്ല. അതിന് ഈ ശല്യം വരുത്തിയാൽ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കും. ഇതാണ് മാതാപിതാ ഗുരു ദൈവം. അപ്പം ഈ ഗുരു ദൈവത്തിലേക്കാക്കാൻ വേണ്ടി ഈ പരിശ്രമമെല്ലാം അവൻ ചെയ്യും.